ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പവർ സീരീസിനെ പറ്റി പറഞ്ഞു. പവർ സീരീസിന്റെ ഇന്റർവെൽ ഓഫ് കൺവെർജൻസ്, റേഡിയസ് ഓഫ് കൺവെർജൻസ് ഇതെല്ലാം പറഞ്ഞു. ഇനി ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന സീരീസ് സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി n ഫാക്ടോറിയൽ എക്സ് റേസ് ടു n. ഇവിടെ നോക്കുക, എക്സ് റേസ് ടു n കാണുന്നുണ്ട്, അതായത് എക്സിലുള്ള പവേഴ്സ്. സോ ഇതെന്താണ്? പവർ സീരീസ് അബൌട്ട് എക്സ് ആണ്. പവർ സീരീസ് ഇൻ എക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്ന ഇത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an എക്സ് റേസ് ടു n. ഇങ്ങനെ ആ പവർ സീരീസിനെ റെപ്രസെന്റ് ചെയ്യാം. വേർ an എന്തായിരിക്കും? വേർ an ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ. ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ സീരീസിന്റെ കൺവെർജൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം സീരീസിന്റെ കൺവെർജൻസ് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫോമിൽ എഴുതിയാൽ നമുക്ക് കൺവെർജൻസ് കിട്ടൂല. നമ്മൾ ഇതിനെ മാറ്റിയിട്ട് സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി വേറൊരു പേര് കൊടുക്കുന്നു, un. വേർ un ഇസ് ഈക്വൽ ടു, നമ്മൾ ഇത് കംപ്ലീറ്റ്, വേർ un ഈക്വൽ ടു n ഫാക്ടോറിയൽ എക്സ് റേസ് ടു n. അപ്പൊ വ്യത്യാസം മനസ്സിലായോ? ഇതെന്താ വെച്ചാൽ പവർ സീരീസിന്റെ ഫോമിൽ എഴുതിയെന്നേ ഉള്ളൂ. പക്ഷേ കൺവെർജൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻഫിനിറ്റ് സീരീസ് ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ ഇതിനെ മൊത്തത്തിൽ നമ്മൾ un എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണ്, പവർ സീരീസും ആണ്, ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. ഇൻഫിനിറ്റ് സീരീസിന്റെ കൺവെർജൻസിന് നമുക്ക് പല ടെസ്റ്റുകളും ഉണ്ട്. അതിലൊരു ടെസ്റ്റാണ് റേഷ്യോ ടെസ്റ്റ്. അപ്പൊ ഇവിടെ ഈ ഫാക്ടോറിയലൊക്കെ വന്നു കഴിഞ്ഞാൽ റേഷ്യോ ടെസ്റ്റ് തന്നെയായിരിക്കും എപ്പോഴും നമുക്ക് ചെയ്യാൻ എളുപ്പം ഉണ്ടാകുക. അപ്പൊ ഞാനിവിടെ റേഷ്യോ ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. റേഷ്യോ ടെസ്റ്റ് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് un പ്ലസ് 1 ബൈ un. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് un പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ n ന് n പ്ലസ് 1 കൊടുക്കുക. സോ n പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ un. un എന്താ? n ഫാക്ടോറിയൽ എക്സ് റേസ് ടു n. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്യാം. n പ്ലസ് 1 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? n പ്ലസ് 1 ഇൻറ്റു n ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പോൾ അതിൽ n ഫാക്ടോറിയലും n ഫാക്ടോറിയൽ കട്ട് ചെയ്തിട്ട് ബാക്കി n പ്ലസ് 1 ഉണ്ടാവും. സോ n പ്ലസ് 1 എക്സ് റേസ് ടു എന്നും ഈ എക്സ് റേസ് ടു എന്നും കട്ട് ചെയ്താൽ എക്സ് റേസ് ടു 1, ദാറ്റ് ഈസ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ഇൻറ്റു മോഡ് എക്സ്. ഇവിടെ ഇതിന്റെ വാല്യൂ കിട്ടണം. നമുക്കറിയാം ഈ ഇതിന്റെ ലിമിറ്റ് ഈക്വൽ ടു L ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവെർജ് ചെയ്യും, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും, ഇൻഫിനിറ്റി ആണെങ്കിലും ഡൈവേർജ് ചെയ്യും, ഈക്വൽ ടു 1 ആണെങ്കിൽ ഇൻകൺക്ലൂസീവ് ആണ്. അപ്പൊ ഇവിടെ ലിമിറ്റ് എന്താ വരിക എന്നൊന്ന് നോക്കി നോക്കൂ. ഇവിടെ n പ്ലസ് 1 ഉണ്ട്, ഇവിടെ മോഡ് എക്സ് ഉണ്ട്. n പ്ലസ് 1 n ന് ഇൻഫിനിറ്റി കൊടുത്താൽ ഈ പാർട്ട് ഇൻഫിനിറ്റി ആയി. പ്രൊവൈഡഡ് എന്തായിരിക്കണം? ഇത് നോൺ സീറോ ആയിരിക്കണം. കാരണം ഇത് 0 ആയി കഴിഞ്ഞാൽ 0 ഇൻറ്റു ഈ ഫോം ആ വരിക, 0 ഇൻറ്റു ഇൻഫിനിറ്റി. ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്, ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ ഈ മോഡ് എക്സ് എന്തായിരിക്കണം? മോഡ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. മോഡ് എക്സ് അല്ല, എക്സ് എങ്ങനെയായിരിക്കണം? മോഡ് എക്സ് അല്ല, സോറി, എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. കാരണം എക്സ് 0 ആയി പോയാൽ ഇത് 0 ഇൻറ്റു ഇൻഫിനിറ്റി എന്നുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോമിലേക്ക് മാറും. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റില്ല. സോ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ലിമിറ്റ് എന്താകും? n ന് ഇൻഫിനിറ്റി കൊടുത്താൽ ദിസ് ലിമിറ്റ് ഈസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി വന്നാൽ എന്താണ് കൺക്ലൂഷൻ? ദിസ് സീരീസ്, ഗിവൻ സീരീസ് സിഗ്മ n ഫാക്ടോറിയൽ എക്സ് റേസ് ടു n ഈസ് ഡൈവേർജന്റ്. എപ്പം? ഡൈവേർജന്റ് ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0. എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഡിയസ് ഓഫ് കൺവെർജൻസ് ഒക്കെ പറയുമ്പോൾ മോഡ് എക്സ് ആയിട്ട് വരണം. സോ മോഡ് എക്സിനെ കുറിച്ച് എന്ത് പറയാം? എക്സ് നോൺ സീറോ ആണ്. എക്സ് നോൺ സീറോ ആകുക എന്ന് പറഞ്ഞാൽ എക്സ് പോസിറ്റീവ് ആകാം, എക്സ് നെഗറ്റീവ് ആകാം. അപ്പൊ മോഡ് എക്സ് എങ്ങനെയായിരിക്കും? മോഡ് എക്സ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ നമ്മളെ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്തായിരിക്കും? റേഡിയസ് ഓഫ് കൺവെർജൻസ് ഇവിടെ എന്താ വരിക?
റേഡിയസ് ഓഫ് കൺവെർജൻസ് ഇത് ഡൈവേർജൻറ്റ് സീരീസ് ആണ്. സോ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോന് ഇത് ഡൈവേർജൻ്റ് ആണ്. ഒരു കാര്യം കൂടി കണ്ടുപിടിക്കാനുണ്ട്, മോഡ് എക്സ് ഈക്വൽ ടു സീറോയിൽ എന്താണെന്നും കൂടി കണ്ടുപിടിക്കണം. മോഡ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഈക്വൽ ടു സീറോ എന്നാണ് മീനിങ്. എക്സ് സീറോ ആകുമ്പം തന്നിരിക്കുന്ന ഈ സീരീസ് എന്തായി മാറും നോക്കി നോക്കുക. സിഗ്മ എൻ ഫാക്ടോറിയൽ എക്സ് റേസ് ടു എൻ. എക്സിന് സീറോ കൊടുത്താൽ ഓരോ ടേമും എന്താവും, ഇത് 0+0+0+ എക്സെട്ര ഇതായിരിക്കും. ഇത് എന്താണ്, കൺവെർജ് ചെയ്യും, കാരണം ഇതിന്റെ സം എന്താ, സീറോ ആണ്. സോ എക്സ് ഈക്വൽ ടു സീറോയില് ഈ ഫംഗ്ഷൻ കൺവെർജ്, ഈ ഫംഗ്ഷൻ അല്ല സോറി, ഈ സീരീസ് കൺവെർജ് ചെയ്യും. എല്ലാ എക്സിനും ഡൈവേർജ് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞ ആ ഫസ്റ്റ് കേസ് ആണ് വരുന്നത്. പവർ സീരീസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഒന്നുകിൽ പവർ സീരീസ് അബൌട്ട് സിയുടെ പറ്റി പറഞ്ഞത് ഒന്നുകിൽ എക്സ് ഈക്വൽ ടു സിയിൽ കൺവെർജ് ചെയ്യും, അല്ലെങ്കിൽ ഫോർ എവരി എക്സ് കൺവെർജ് ചെയ്യും, അല്ലെങ്കിൽ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ആറിൽ കൺവെർജ് ചെയ്യും, ഗ്രേറ്റർ ദാൻ ആറിൽ ഡൈവേർജ് ചെയ്യും. ഇതാണെങ്കിൽ റേഡിയസ് ഓഫ് കൺവെർജൻ 0 ആയിരിക്കും. ഫോർ എവരി എക്സ് ആണെങ്കിൽ റേഡിയസ് ഓഫ് കൺവെർജൻ ഇൻഫിനിറ്റി ആയിരിക്കും. ഇതാണെങ്കിൽ റേഡിയസ് ഓഫ് കൺവെർജൻ ER ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, ഈ ഫസ്റ്റ് കേസാണ്, എക്സ് ഈക്വൽ ടു സീറോയിൽ മാത്രം കൺവെർജ് ചെയ്യുന്നത്. അപ്പൊ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്താ, റേഡിയസ് ഓഫ് കൺവെർജൻസ് ഈസ് 0. ഇന്റർവെൽ ഓഫ് കൺവെർജൻസ് എന്താ, ഇന്റർവെൽ ഓഫ് കൺവെർജൻസിൽ ആകെ ഒരൊറ്റ സിംഗിൾ പോയിന്റേ ഉള്ളൂ, സെറ്റ് 0 എന്ന് പറയുന്ന പോയിന്റ് മാത്രമേ വരുന്നുള്ളൂ. സോ ഇവിടെ ഇന്റർവെൽ ഓഫ് കൺവെർജൻസ് പറയാൻ പറ്റില്ല. അപ്പോൾ റേഡിയസ് ഓഫ് കൺവെർജൻസ് 0 ആണ്, ഇന്റർവെൽ ഓഫ് കൺവെർജൻസ് ഇവിടെ പറയാൻ പറ്റില്ല. സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. നമുക്ക് അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അടുത്ത പ്രോബ്ലം സിഗ്മ എക്സ് റേസ് ടു എൻ ബൈ എൻ റൂട്ട് എൻ 3 റേസ് ടു എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. ആസ് യൂഷ്വൽ നമുക്ക് എന്ത് പറയാം, ഇത് എക്സ് റേസ് ടു എൻ ആണ്. അപ്പോൾ എക്സ് റേസ് ടു എൻ കണ്ടാൽ എന്താണ്, എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഇങ്ങനത്തെ വരുന്നതാണ്. സോ അതൊരു പവർ സീരീസ് ആണ്. പവർ സീരീസിന് നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ എ എൻ എക്സ് റേസ് ടു എൻ, വേറെ എ എൻ എന്താ, എ എന്ന് പറയുന്നത് ഇതാണ് 1/n റൂട്ട് n 3 റേസ് ടു n. ഇനി നമുക്ക് ഇതിന്റെ കൺവെർജൻസ് ഡിസ്കസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെഴുതും, ഇതിനെ സിഗ്മ യു എൻ എന്ന് കൊടുക്കും, വേർ യു എൻ ഈസ് ഈക്വൽ ടു 1/n റൂട്ട് n 3 റേസ് ടു n എന്ന് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, സീരീസിന്റെ കൺവെർജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഉപയോഗിക്കണം. സോ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ആസ് യൂഷ്വൽ നമ്മളെ റേഷ്യോ ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, എപ്പോഴും റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് നോക്കുക. അത് ഫെയിലിയർ ആകുമ്പോൾ മാത്രം റൂട്ട് ടെസ്റ്റിലേക്ക് പോയാൽ മതി കേട്ടോ. പിന്നെ പവേഴ്സ് വരെ n റേസ് ടു n ഒക്കെ വരികയാണെങ്കിൽ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്തോളൂ. ഇതിപ്പോൾ റേഷ്യോ ടെസ്റ്റ് മതി. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി un plus 1 by un equal to limit n tends to infinity mod un plus 1. ഇവിടെ n-ന് n plus 1 കൊടുത്താൽ എന്ത് വരും, 1/n plus 1 root n plus 1 into 3 raised to n plus 1 by un. by un എന്ന് പറയുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ മുകളിൽ വരും n റൂട്ട് n 3 റേസ് ടു n. ഒരു 3 റേസ് ടു n കട്ട് ചെയ്ത് പോയി. അപ്പോൾ താഴെ 3 ഉണ്ടാവും. ഇവിടെ n plus 1 ഉണ്ട്, ഇവിടെ n ഉണ്ട്. ഞാൻ ഈ n plus 1 ന്ന് n പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഇത് n into 1 plus 1/n ആകും. ഈ n-ഉം ഈ n-ഉം ക്യാൻസൽ ചെയ്ത് പോയി. അതുപോലെ റൂട്ട് n plus 1 ന്ന് റൂട്ട് n പുറത്തേക്ക് എടുക്കുന്നു. അപ്പം ബാക്കി എന്തുണ്ടാവും, 1 plus 1/n ഉണ്ടാവും. ഈ റൂട്ട് n-ഉം ഈ റൂട്ട് n-ഉം ക്യാൻസൽ ആയി. അപ്പോൾ ബാക്കി എന്തുണ്ട്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/3
1 plus 1 by n into root 1 plus 1 by n. ഇനി ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുത്താൽ 1 by n 0ലേക്ക് പോയി, ഈ 1 by n 0ലേക്ക് പോയി, 1 plus 0 1, 1 plus 0 1, root 1. So this is equal to 1 by 3. നമുക്കിവിടെ ഒരു എക്സ്, സോറി ഇവിടെ യു എന്ന് പറയുന്നത് ഇവിടെ എക്സ് റേസ് ടു എൻ ഉണ്ടായിരുന്നേ, അത് എഴുതാൻ വിട്ടുപോയി. എക്സ് റേസ് ടു എൻ, അപ്പോൾ ഇവിടെ എന്തുണ്ട്, എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഉണ്ട്, ഇവിടെ താഴെ എക്സ് റേസ് ടു എൻ ഉണ്ട്. ഇതിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്താൽ ഒരു എക്സ് വരും. സോ ഇവിടെ ഒരു എക്സ് ഉണ്ട്, മോഡുലസും ഉണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ 3. ഇനി നമ്മൾ റേഷ്യോ ടെസ്റ്റിന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. റേഷ്യോ ടെസ്റ്റിൽ എന്താ പറയുന്നത്, ഈ ലിമിറ്റിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആവുമ്പം കൺവേർജ് ചെയ്യും, ഗ്രേറ്റർ ദാൻ 1 ആവുമ്പം ഡൈവേർജ് ചെയ്യും, ഈക്വൽ ടു 1 ആവുമ്പം ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആവും. കൺവേർജന്റ് ആവുന്നത് മോഡ് എക്സ് ബൈ 3 ലെസ് ദാൻ 1 ആവുമ്പോഴാണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, മോഡ് എക്സ് ഈസ് ലെസ് ദാൻ 3 എന്ന് എഴുതാം. സോ മോഡ് എക്സ് ലെസ് ദാൻ 3 ആവുമ്പോൾ കൺവേർജ് ചെയ്യും, മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 3 ആവുമ്പോൾ ഡൈവേർജ് ചെയ്യും, ഇനി ഈക്വൽ ടു 1 ആവുമ്പോൾ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. അപ്പം ഈ കാര്യം എടുക്കാം, മോഡ് എക്സ് ബൈ 3 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ, മോഡ് എക്സ് ഈക്വൽ ടു 3, മോഡ് എക്സ് 3 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3. ഇതാകുന്ന സമയത്ത് ഇത് കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, തന്ന സീരീസിൽ എക്സിന് പ്ലസ് 3യും കൊടുക്കുക മൈനസ് 3യും കൊടുക്കുക. സോ വെൻ എക്സ് ഈക്വൽ ടു പ്ലസ് 3 ഇതെന്തായി മാറും, സിഗ്മ എക്സിന് 3 കൊടുത്താൽ 3 റേസ് ടു എൻ ബൈ എൻ റൂട്ട് എൻ 3 റേസ് ടു എൻ എന്ന് വരും. 3 റേസ് ടു എന്നും 3 റേസ് ടു എന്നും കട്ട് ചെയ്ത് പോയി. ഇതെന്താ, സിഗ്മ 1 ബൈ, ഇത് ഒരുമിച്ച് എഴുതിയാൽ എന്താവും, എൻ റേസ് ടു 1 പ്ലസ് 1 ബൈ 2 എന്ന് പറഞ്ഞാൽ 3 ബൈ 2. ഇതെന്താണ്, ഇത് പി സീരീസ് ആണ്. പി സീരീസ് വിത്ത് പി ഈക്വൽ ടു 3 ബൈ 2 ആണ്. 3 ബൈ 2 ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇത് കൺവേർജസ്. ഓക്കെ, ഇനി ഇതുപോലെ എക്സ് മൈനസ് 3 ആവുമ്പോൾ ഉള്ളതും ചെക്ക് ചെയ്യണം. വെൻ എക്സ് ഈക്വൽ ടു മൈനസ് 3 ഇതെന്തായി മാറും, സിഗ്മ മൈനസ് 3 ഹോൾ റേസ് ടു എൻ, ഇത് പറഞ്ഞാൽ മൈനസ് 1 ഹോൾ റേസ് ടു എൻ ഇൻറ്റു 3 റേസ് ടു എൻ. 3 റേസ് ടു എന്നും താഴെയുള്ള 3 റേസ് ടു എന്നും കട്ട് ചെയ്തു. സോ എൻ റൂട്ട് എൻ. ഇത് ഈ സീരീസ് മൈനസ് 1 ഹോൾ റേസ് ടു എൻ ഉള്ളത് കൊണ്ട് ഓൾട്ടർനേറ്റീവ്ലി എങ്ങനെയായിരിക്കും, പോസിറ്റീവും നെഗറ്റീവും ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ nth ടേം എന്താ, nth ടേം ടെൻസ് ടു 0 ആണ് അല്ലേ. ഇത് നമുക്ക് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ഇത് മൈനസ് 1 ഹോൾ റേസ് ടു എൻ ബൈ എൻ റൂട്ട് എൻ, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ബൈ എൻ റൂട്ട് എൻ. ഇതെങ്ങനെയാണ്, ഇത് ഡിക്രീസിങ് ആണ്. അതുപോലെ തന്നെ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ എന്താണ്, ഇത് 1 ബൈ ഇൻഫിനിറ്റി 0 ആണ്. സോ ബൈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് നമുക്ക് എന്ത് പറയാം, ഈ സീരീസ് കൺവേർജ് ചെയ്യുന്ന പറയാം. അപ്പോൾ കൺവേർജ് ചെയ്യുന്ന എവിടേക്കാണ്, ഒന്ന് ഇതാ ഇതിൽ മോഡ് എക്സ് ലെസ് ദാൻ 3, പിന്നെ എക്സ് ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു മൈനസ് 3. അപ്പോൾ എന്ത് കൺക്ലൂഡ് ചെയ്യാം, മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കൺവേർജ് ചെയ്യും. മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. സോ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്താ, -3 3 ആണ് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ്. റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താണ്, ഈ നമ്പർ ആണ്. സോ റേഡിയസ് ഓഫ് കൺവേർജൻസ് 3 ആണ്. സോ ഇങ്ങനെയാണ് ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സിഗ്മ n ഈക്വൽ ടു 0 to infinity 4 raised to n by root 2n plus 5 into x plus 5 whole raised to n. ഇവിടെ ആദ്യം ഇത് പവർ സീരീസ് ആണോന്ന് എങ്ങനെയാ മനസ്സിലാക്കുക, ഇവിടെ എന്താ ഉള്ളത്, നേരത്തേക്ക് x raised to n ആയിരുന്നു, ഇവിടെ എന്താ ഉള്ളത്
x plus 5 whole raised to n. അപ്പൊ ഇതെന്താണ്? സാധാരണ നമ്മൾ പറയാ സിഗ്മ an x minus c whole raised to n ആണ്. അപ്പൊ ഇവിടെ x+5 whole raised to n ആണെങ്കിൽ ഇതെന്തായിരിക്കും? x minus 5 whole raised to n ആണ്. So this is power series about x equal to -5. ഈ തന്നിരിക്കുന്നത് പവർ സീരീസ് അബൌട്ട് എക്സ് ഈക്വൽ ടു -5. ഇത് നമ്മൾ എങ്ങനെ എഴുതുക? സിഗ്മ an ഇൻറ്റു x+5 whole raised to n, where an is equal to 4 raised to n by root 2n plus 5. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ un എഴുതാം. വേറെ un എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം, ഇതാണ് നമ്മളെ un. ഇനി നമ്മൾ ആസ് യൂഷ്വൽ നമ്മളെ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് un plus 1 4 raised to n plus 1 by root 2 into n plus 1. അപ്പോൾ 2n plus 2 plus 5 plus 7 മോളിൽ x+5 whole raised to n plus 1 whole raised to n plus 1. ഇനി un കൊണ്ട് ഡിവൈഡ് ചെയ്യണം. un എന്ന് പറഞ്ഞാൽ ഇതാണ്. un കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് മോളിൽ root 2n plus 5 divided by 4 raised to n into x+5 whole raised to n. 4 raised to n കട്ട് ചെയ്തു. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 4 വരും. ഇവിടെ x+5 whole raised to n കട്ട് ചെയ്തു. അപ്പം ബാക്കി x+5 വരും. ഇവിടെ n പുറത്തേക്ക് എടുക്കുക. n പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? √n ഇൻറ്റു √2 plus 5 by n എന്ന് വരും. ഇവിടെയും n പുറത്തേക്ക് എടുക്കുക. √n ഇൻറ്റു √2 plus 7 by n. √n കട്ട് ചെയ്ത് പോയി. അപ്പം 2 plus 5 by n by √2 plus 7 by n. ഇനി n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യാം. n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 5 by n ടെൻസ് ടു 0, 7 by n ടെൻസ് ടു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. മോഡ്ലെസ് ഉണ്ട്. മോഡ് x+5 ഇതെന്താവും? √2 ആകും. ഇതെന്താവും? താഴെ √2 ആവും. അപ്പോൾ √2ഉം കട്ട് ചെയ്ത് പോയി. ബാക്കി എന്ത് വരും? 4 മോഡ് x+5 എന്ന് വരും. സോ ഇത് എപ്പോഴാണ് കൺവെർജ് ചെയ്യാം? ലെസ് ദാൻ 1 കൺവെർജ് ചെയ്യും, ഗ്രേറ്റർ ദാൻ 1 ഡൈവേർജ് ചെയ്യും, ഈക്വൽ ടു 1 ഇൻകൺക്ലൂസീവ് ആണ്. ഇപ്പോൾ 4 മോഡ് x+5 ലെസ് ദാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് x+5 എന്താ? 4നെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുക. ലെസ് ദാൻ 1/4 മോഡ് x+5 ലെസ് ദാൻ 1/4 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മോഡ് നമുക്ക് ഇന്റർവെല് കിട്ടണം. ഇന്റർവെല് കിട്ടുക എന്ന് പറഞ്ഞാൽ എക്സ് ഏതിൻ്റെയും ഇടയ്ക്കാണ് എന്ന് കിട്ടണം. ഇവിടെ മോഡ് x+5 ആണ് ലെസ് ദാൻ 1/4. സോ എക്സ് ഏതിൻ്റെ ഇടയ്ക്കാണ് എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ടെക്നിക്ക് നമ്മളെ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. -1/4 ലെസ് ദാൻ x+5 ലെസ് ദാൻ 1/4 ഇങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു. ഇനി നടുക്ക് എക്സ് മാത്രമാവാൻ വേണ്ടിയിട്ട് -5 ത്രൂ ഔട്ട് 5 മൈനസ് ചെയ്യുക. അതായത് -5 - 1/4 -5 പ്ലസ് 1/4. ഇവിടെ -5 ചെയ്യുമ്പം എക്സ് ആയി. ഇതെന്താ വരിക? -20 - 1 -21/4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -20 plus 1 -20 plus 1 വെച്ചിട്ടുണ്ടെങ്കിൽ -19/4 എന്ന് വരും. സോ ഇതിലാണ് നമ്മുടെ പവർ സീരീസ് കൺവെർജ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂയിലും ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്.
അപ്പം എക്സ് ഇതാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് കാണണം. എക്സ് ഈക്വൽ ടു -21/4 ആകുമ്പോൾ ഇതെന്താവും? ഇത് സിഗ്മ 4n/√2n+5 into x plus 5 -21/4 plus 5 whole raised to n. ഇതെന്താവും? 14 20 -1/4 whole raised to n. ഇത് വെട്ടിയിട്ട് -1/4 whole raised to n. 4 raised to n ഉം 4 raised to n ഉം കട്ട് ചെയ്തു. അപ്പൊ ഇതെന്താവും? സിഗ്മ -1 whole raised to n/√2n plus 5 എന്ന് വരും. 2n plus 5 വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇതെന്ത് സീരീസ് ആണ്? -1 whole raised to n വന്നതുകൊണ്ട് ഇത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. അപ്പോൾ ഇതിന്റെ nth ടേം എടുക്കുക. nth ടേം എന്താ? ഇതാണ് 1/√2n plus 5. n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പം ഇത് എങ്ങോട്ട് പോവും? ഇത് 0ലേക്ക് പോവും. അതുപോലെ തന്നെ ഇത് ഡിക്രീസിങ് ആണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം ഡിക്രീസിങ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഈ സീരീസ് ബൈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് കൺവെർജസ് എന്ന് പറയാം. അപ്പോൾ ഈ വാല്യൂവിൽ ഇവിടെ ഈക്വൽ ടു വന്ന്. ഇനി എക്സ് -19/4 എടുക്കുക. എക്സ് ഈക്വൽ ടു -19/4. അത് ഇവിടെ ഇട്ട് കൊടുത്താൽ എന്ത് വരും? സിഗ്മ 4 raised to n/√2n plus 5 -19/4 plus 5 whole raised to n. 14 20 19 കുറച്ചാൽ 1/4 വരും. 1/4ഉം ഇതും കട്ട് ചെയ്യും. അപ്പൊ ഇതെന്ത് വരും? സിഗ്മ 1/√2n plus 5 വരും. ഇത് പി സീരീസ് ഒന്നുമല്ല. ഇത് നമുക്ക് പി സീരീസ് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഏതെടുത്താൽ മതി? ഇവിടെ ഇതിനെ UN എന്ന് വിളിക്കുക. VN എന്തായിട്ട് എടുത്താൽ മതി? 1/√n ആക്കി എടുത്താൽ മതി. 1/√n ആക്കി എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് n tends to infinity UN/VN ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യുക. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് n tends to infinity 1/√2n plus 5 by 1/√n. സോ ഇൻറ്റു √n. ഇവിടുന്ന് n പുറത്തേക്ക് എടുത്താൽ √n into 2 plus 5/n വരും. ഈ റൂട്ടനും കട്ട് ചെയ്ത് പോയി. n tends to infinity ആകുമ്പോൾ 5/n tends to 0 എന്ന് വരും. 2 plus 0 2, that is equal to 1/√2 വരും. ഇത് നോൺ സീറോ പോസിറ്റീവ് നമ്പർ ആണ്. സോ നമ്മുടെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്താ പറയുന്നത്? സിഗ്മ യുവനും സിഗ്മ വിയനും ഒരുപോലെ ബിഹേവ് ചെയ്യും. സിഗ്മ വിയൻ എന്താ? സിഗ്മ 1/√n ആണ്. ഇത് ബൈ പി സീരീസ് എന്താണ്? പി സീരീസ് ആണ്. പി സീരീസ് വിത്ത് എന്നിന്റെ പവർ 1/2 <1 ആണ്. <1 ആവുമ്പോൾ എന്താ? >1 കൺവെർജൻസും <1 ഡൈവർജന്റും ആണ്. സോ സിഗ്മ 1/√n ഡൈവേർജന്റ് ആണ്. സിഗ്മ 1/√n ഡൈവേർജന്റ് ആയതുകൊണ്ട് സിഗ്മ UN ഡൈവേർജന്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ഇന്റർവെൽ ഓഫ് കൺവെർജൻസ് ഇപ്പൊ എന്തായി? -21/4 < x. ഇവിടെ സ്ട്രിക്ട്ലി -19/4. സോ നമുക്ക് എന്ത് പറയാം? ഇതിന്റെ ഇന്റർവെൽ ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് -21/4 -19/4. ഇനി ഇവിടെ ഓപ്പൺ ആണ്, ഇത് ഓപ്പൺ ആണ്, ഇത് ക്ലോസ്ഡും. റേഡിയസ് ഓഫ് കൺവെർജൻസ് എങ്ങനെയാ കിട്ടുക? റേഡിയസ് ഓഫ് കൺവെർജൻസ് എങ്ങനെയാ കിട്ടുക എന്ന് വെച്ചാൽ നമ്മൾ പകുതി ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വന്നിരുന്നു. x plus 5 <1/4. ഈ സ്റ്റെപ്പിൽ നിന്നാണ് റേഡിയസ് ഓഫ് കൺവെർജൻസ് കിട്ടുക. ഇതാണ് നമ്മുടെ റേഡിയസ് ഓഫ് കൺവെർജൻസ് 6. അതായത് മോഡ് x - c <r. ഈ ഫോമിൽ വരണം. അപ്പൊ c ഇവിടെ എന്താ? -5 ആണ്. അപ്പൊ r എന്താ? 1/4. സോ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് 1/4 ആയിരിക്കും.
ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. സിഗ്മ n raised to n x raised to n by 2n plus 1 whole raised to n. ഇവിടെ എക്സ് റേസ് ടു എന്നിലാണ്. സോ പവർ സീരീസ് ഇൻ എക്സ് ആണ്. ഇവിടെ എല്ലാത്തിലും റേസ് ടു എൻ വരുന്നുണ്ട്. റേസ് ടു എൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. റൂട്ട് ടെസ്റ്റ് എന്താ പറയുന്നത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് യു എൻ റേസ് ടു 1/n. ഇത് ചെയ്താൽ എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n റേസ് ടു n റേസ് ടു 1/n എന്ന് പറയുമ്പോൾ എന്നും 1/n എഴുതിക്കുക. n റേസ് ടു n x റേസ് ടു n ബൈ 2n പ്ലസ് 1 റേസ് ടു n ഹോൾ റേസ് ടു 1/n. ഹോൾ റേസ് ടു 1/n ആകുമ്പം ഈ എന്നിനെ കൊണ്ട് ഈ 1/n മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്നും എന്നും ക്യാൻസലായി 1 വരും. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ഇൻറ്റു എക്സ് റേസ് ടു n 1/n ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ എക്സ് ബൈ 2n പ്ലസ് 1 ഹോൾ റേസ് ടു n 1/n ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്നും പോയി 2n പ്ലസ് 1. ഇവിടുന്ന് n പുറത്തേക്ക് എടുത്താൽ 2 പ്ലസ് 1/n. ഈ എന്നും കട്ട് ചെയ്തു. 1/n സീറോയിലേക്ക് പോയി. സോ ദിസ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ 2 എന്ന് വരും. സോ നമുക്ക് പറയാം ഇത് എങ്ങനെയാവണം? ലെസ് ദാൻ 1-ൽ കൺവേർജസ്, ഗ്രേറ്റർ ദാൻ 1-ൽ ഡൈവേർജസ്. അപ്പോൾ മോഡ് എക്സ് ബൈ 2നെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയാൽ മോഡ് എക്സ് ലെസ് ദാൻ 2-ൽ കൺവേർജസ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2-ൽ കൺവേർജസ്. ഇവിടെ ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 2 ആണ്. അറ്റ് എക്സ് ഈക്വൽ ടു 2-ൽ എന്ത് സംഭവിക്കും? അറ്റ് എക്സ് ഈക്വൽ ടു 2-ൽ പവർ സീരീസ് ഡൈവേർജസ്. ഇത് ഇത്രയും ചെയ്താൽ മതി. മറ്റേത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത്രയും ചെയ്താൽ മതി കേട്ടോ. സോ ഇത്രയാണ് പവർ സീരീസിലുള്ള പ്രോബ്ലംസ്. അപ്പം നല്ലപോലെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.